ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷായിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട വറുത്തരച്ച് വെച്ച കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് മീനൊന്നും കിട്ടാത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു കറി ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് വേറൊരു കറിയും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലോട്ട് കുറച്ച് പെരുംജീരകവും പട്ടയും കറയാമ്പൂവും, പിന്നെ 2 ചുള വെളുത്തുള്ളിയും, പിന്നെ ഒരു 4-5 ചുള ചുമന്നുള്ളിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണവേ. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ എടുക്കേണ്ടത് ഒരു ഉരുളിയിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണവേ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വെക്കാം. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുണ്ട്, അതും കൂടി ഞാൻ ഇതിനകത്തോട് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ നമുക്കൊന്ന് മിക്സിയിലോട്ടൊന്ന് അടിച്ച് നല്ല മയം പോലെ ഒന്ന് അടിച്ചെടുക്കണവേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനൊരു 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ 6 മുട്ട ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് സിമ്മിലോട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഊറി വരണ വരെ നമുക്ക് സിമ്മിലിട്ട് വെക്കാവേ. എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവേ. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ ആഹാ സൂപ്പറാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.